ആ രീതിയിൽ തന്നെ മുന്നോട്ട് വരികയാണെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് ചെയ്തുകൂടാ എന്നുള്ളത് ആലോചിക്കും. നമ്മളിന്ന് ജനിച്ചു വരുത്തുകയാണ് രോഗങ്ങൾ. ഇന്ന് ഈ രോഗങ്ങൾക്ക് വേണ്ടി ഇപ്പൊ നമ്മൾ സാധാരണ ഞങ്ങളിപ്പോ ജില്ലാ പഞ്ചായത്തിൽ കിഡ്നി രോഗികൾക്ക് വേണ്ടി സ്നേഹസ്പർശം എന്ന് പറയുന്ന ഒരു പദ്ധതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ അതിനെപ്പറ്റി പല കാര്യങ്ങളും ആലോചിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം മീറ്റിംഗിൽ ഒരാൾ പറഞ്ഞു, നിങ്ങൾ ഇതെല്ലാം തന്നെ ചെയ്യുമ്പോഴും ഇതിന്റെ ക്യാമ്പ് നിങ്ങൾ നടത്തി രോഗനിർണയം നടത്തുമ്പോഴും നിങ്ങൾ നിർണയിച്ച രോഗത്തിന് നിങ്ങൾ അതിന് ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് നിർദ്ദേശിക്കുമ്പോഴും ആ ചികിത്സ കൊടുക്കുമ്പോൾ അത് ഡയാലിസിസിന്റെ അടുത്ത് എത്തുമ്പോൾ ഡയാലിസിസിന് വേണ്ടി പൈസ കൊടുക്കുമ്പോഴും നിങ്ങൾ ആലോചിക്കാത്തത് എന്ത്? നിങ്ങളുടെ ഈ രോഗങ്ങൾ വരുന്നതിനുള്ള ഒരു കാരണം, അതിന്റെ ഉറവിടം കണ്ടെത്താത്തത് എന്ത് എന്ന് ആലോചിക്കുമ്പോൾ നമ്മളുടെ എല്ലാവരുടെയും മനസ്സിൽ ഒരേ രീതിയിൽ നമ്മൾ എത്തുകയാണ്. എന്തുകൊണ്ട് നമ്മുടെ ഭക്ഷണ ശൈലിക്കൊന്ന് മാറ്റം വരുത്തിക്കൂടാ? നമ്മുടെ നാട് ഒരുപാട് വീടുകൾ നമുക്ക് വന്നിട്ടുണ്ട്, തീർച്ചയാണ്. അത് നമ്മുടെ ജനസംഖ്യ കൂടുന്നവരും നമുക്ക് വീടുകളും കൂടുമെന്നുള്ളത് ഉറപ്പാണ്. നമുക്ക് സ്ഥലമില്ല എന്നുള്ളത് വേറെ കാര്യം. പക്ഷേ നമ്മളൊന്ന് കണ്ടുപിടിച്ച് നോക്കിയാൽ തരിശായി കിടക്കുന്ന ഭൂമിയല്ലേ നമ്മുടെ എല്ലാം. മുമ്പ് കാലങ്ങളിൽ നമ്മുടെ ഉമ്മയും അമ്മയും അമ്മൂമ്മമാരും നമുക്കുണ്ടാക്കി തന്നിട്ടുള്ള മുത്താറിയും അതേപോലെയുള്ള പയറും എല്ലാം തന്നെ നമ്മുടെ കണ്ടത്തിൽ നിന്ന്, നമ്മുടെ വളർത്തിൽ നിന്നും പറിച്ചെടുത്ത് നമുക്ക് തരുന്ന ആരോഗ്യമായിരിക്കാം നമ്മൾ ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പൊ നമ്മുടെ അസുഖങ്ങൾ പിടിവിട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഒരു മാറ്റവുമില്ല. നമുക്ക് ദിവസം കൂടുന്നവരും പുതിയ പുതിയ പേര് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് അതിന് കൊടുത്തുകൊണ്ട് ആ രീതിയിലേക്ക് നമ്മൾ അടിമപ്പെട്ടു പോകുന്ന ഒരു സ്ഥിതിയുണ്ട്. ഇതെല്ലാം തന്നെ ഒന്നുകിൽ നമ്മുടെ മാലിന്യ കൂമ്പാരമായിരിക്കാം. അതിൽ നിന്നുള്ള രോഗങ്ങൾ, അതിൽ നിന്നുള്ള കൊതുകുകൾ വളർന്നുകൊണ്ട് നമുക്ക് രോഗം പകർന്നു തരികയാണ്. ആ പകർന്നു തരുന്ന രോഗത്തിന് വേണ്ടി ആ കൊതുകുകൾ കൂമ്പാരമായിട്ട് നിൽക്കാൻ ഇടവരുത്താതെ നിങ്ങൾ ഈ വളം ശേഖരിച്ചുകൊണ്ട് നിങ്ങൾ അതിൽ നിന്നും ഈ വേസ്റ്റ് ശേഖരിച്ചുകൊണ്ട് നിങ്ങൾ അത് വളമായി മാറ്റുന്നു. ഈ വളം ശേഖരിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്തുകൊണ്ട് നല്ല ഭക്ഷണം ആളുകൾക്ക് കൊടുത്തുകൂടാ? അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന കഴിഞ്ഞ ദിവസം വെള്ളമുണ്ടയുള്ള ഒരു സഹോദരൻ എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു അയാളോട്, ഏറ്റവും കൂടുതൽ പച്ചക്കറി ഉണ്ടാക്കുന്നത് വയനാട്ടിൽ നിന്നല്ലേ, പിന്നെ ഇതിന്റെ അടുത്തുള്ള മൈസൂരിലേക്ക് എന്തിനാ പോകുന്നത്? നിങ്ങൾക്ക് തന്നെ